തിരുവചനം പകരാനാ തിരുനാഥൻ വരവായി. തിരുവചനം ഉണർവേകും ഹല്ലേലൂയ. തിരുവചനം പ്രഭചൊരിയും ഇന്നീ മനസ്സുകളിൽ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15, തിരുവചനങ്ങൾ 1 മുതൽ 7 വരെ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ 1 നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിൽ എത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുവേൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കും, ദൈവവുമായുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു. അപ്പൊ ദൈവമായിരുന്നവൻ, ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ദൈവം ആയിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള സമാനത ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ മനുഷ്യനായി തീർന്നു. ഹല്ലേലൂയ. ഇപ്പൊ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു വരികയാണ്. നമ്മളെപ്പോലെ ഒരാളായി. നമ്മൾ ഇവിടെ പ്രധാനമന്ത്രി വരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രപതി വരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവര് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നാലോ, ഇറങ്ങി വന്നാൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റും. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഈശോയുടെ കാലഘട്ടത്തിൽ ദൈവത്തെ വളരെ അകലെ നിന്ന് മാത്രം കാണുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ദൈവത്തിന് മനസ്സിലായി, മനുഷ്യനെ തന്നോട് ചേർത്ത് നിർത്തണമെങ്കിൽ താൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. ഹല്ലേലൂയ. ഇപ്പം മനുഷ്യരെ തന്നോട് ചേർത്ത് നിർത്തണമെങ്കിൽ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഈ അകൽച്ച കുറയുകയുള്ളൂ. എല്ലാവരും അകന്നകന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. വലിയ വലിയ അധികാരികൾ എന്തു ചെയ്യും? ആൾക്കാരിൽ നിന്ന് അകന്നു നിൽക്കാൻ പരിശ്രമിക്കും. കാരണം പിന്നെ ആൾക്കാരുടെ പ്രശ്നമൊന്നും അറിയണ്ടല്ലോ, ആൾക്കാരുടെ ബുദ്ധിമുട്ടൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ എപ്പോഴും ഉള്ള ആ ശ്രമമാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ദൈവം മനുഷ്യന്റെ വേദനയെ അറിയാൻ, മനുഷ്യന്റെ ആയിട്ട് ഇടപഴകുവാൻ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതൊരു യാത്രയാണ്, ദൈവത്തിന്റെ യാത്ര. ഈ ഭൂമിയിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്കുള്ള ദൈവത്തിന്റെ യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ ഒരു യാത്ര ചെയ്യണം. നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയോ? 2 യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, എൻ്റെ അടുത്തേക്ക് വന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മിൽ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയണം. ഹല്ലേലൂയ. ദൈവാനുഭവത്തിൽ നമ്മൾ ദൈവാനുഭവത്തിലായിരിക്കുക. 2ാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ദൈവാനുഭവത്തിൽ നിറയുന്ന ഒരു വ്യക്തി നമ്മുടെ സഹോദരനിലേക്ക് യാത്ര ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ, സഹോദരങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ വിശുദ്ധമായ മനസ്സോടുകൂടെ ആയിരിക്കണം.
വിശുദ്ധമായ മനസ്സോടുകൂടെ ആയിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മിൽ പാപമുണ്ട് എങ്കിൽ ആ പാപത്തെ നമ്മൾ നീക്കം ചെയ്യണം. അപ്പൊ പാപാവസ്ഥയെ നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെയുള്ളവരെയാണ്, അല്ലെങ്കിൽ അനുതപിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് യേശു അതിയായി സന്തോഷിക്കുന്നത്. നമ്മൾ ഇന്ന് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് നമ്മൾ കണ്ടു, കാണാതായ ആടിന്റെ ഉപമയിൽ എത്ര ആടുണ്ടായിരുന്നു? 100 ആട്. അതിൽ എത്ര നഷ്ടപ്പെട്ടു? 1 നഷ്ടപ്പെട്ടു. എന്ത് ചെയ്തു? 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ 1 തേടി എങ്ങോട്ട് പോയി? ആ മരുഭൂമിയിൽ നഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. നോക്കിക്കേ, നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ എത്ര വലിയ റിസ്ക് ആണ് ആ ഇടയൻ എടുത്തത്. ആ 99 അവിടെ മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതായ ആടിനെ അന്വേഷിച്ചിറങ്ങുന്ന നല്ല ഇടയൻ. എന്നിട്ട് വചനം പറയുകയാണ്, അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. രണ്ടാമത്തെ ഉപമ കാണാതായ നാണയത്തിന്റെ ഉപമ. 10 നാണയത്തില് 1 നഷ്ടപ്പെട്ടു. അപ്പൊ നഷ്ടപ്പെടലൊക്കെ നോക്കിക്കേ, 1 നഷ്ടപ്പെട്ടു, 10-1 നഷ്ടപ്പെട്ടു, 100-1 നഷ്ടപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായി മനുഷ്യൻ എന്ത് വിചാരിക്കും? മാനുഷിക ചിന്ത എന്താണ്? 1 പോയുള്ളൂ, 99 ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ 99 കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കും. പക്ഷേ ഈശോ അങ്ങനെയല്ല. എന്താണ്? ആ നഷ്ടപ്പെട്ട 1 കണ്ടെത്താൻ വേണ്ടി അലയുന്നു. ഇനി 3-ാമത്തെ ഉപമ ധൂർത്തപുത്രന്റെ ഉപമയാണ്. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രന്റെ ആ ഉപമയിൽ എത്ര മക്കളെ കുറിച്ചാണ് പറയുന്നത്? 2 മക്കളെ കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെയാണ്? മൂത്തപുത്രനും ഇളയപുത്രനും. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ധൂർത്തപുത്രൻ അല്ലെങ്കിൽ ഇളയപുത്രൻ സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോവുകയാണ്. കിട്ടിയതെല്ലാം നശിപ്പിച്ചു. അവസാനം അവന്റെ കയ്യിൽ ഒന്നുമില്ല. അവസാനം ഭക്ഷിക്കാൻ പോലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പന്നിക്കൂട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണ് പന്നിക്കൂട്ടിലേക്ക് പോകുന്നത്?